ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അദൂക്ക വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫിഷിൻ്റെ വീഡിയോസ് ആയിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫിഷിൻ്റെ വീഡിയോസൊന്നും ഇടുന്നില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഒന്നുമില്ല, ചുമ്മാ എടുക്കാൻ മൂഡ് തോന്നുമ്പോൾ വലിയ ദിവസം എടുക്കാൻ പറ്റും വീഡിയോസൊക്കെ. അപ്പം എനിക്ക് മൂഡ് തോന്നി, അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, കമൻറ്റ് ബോക്സൊക്കെ ഞാൻ ഓണാക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പലതും ഓണായിട്ടുമുണ്ട്. ചില പ്രശ്നങ്ങൾ കാരണമാണ്. ഞാൻ ഇനി എൻ്റെ ടാങ്ക് കാണിച്ചു തരാം. ഇപ്പം പഴയ പോലെ ഒന്നുമല്ല ഗൈസ്, എല്ലാം കിളിച്ച് നല്ല കുട്ടപ്പന്മാരായിട്ട് ഇപ്പോൾ ഉണ്ട്. ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ, ഈ ചെടി ഉണ്ട്, ഇതൊന്നും പണ്ട് അല്ലാതെ കിളിക്കത്തില്ലായിരുന്നു. അപ്പം ഇതിനകത്ത് കിടന്ന് കിളി. അതിൻ്റെ ഇടയിൽ ഒരുപാട് മീനൊക്കെ ഉണ്ട്. കുട്ടൂസെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. എല്ലാം അടിയിലാണ് ഗൈസ്, വലുതും ചെറുതും എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ മൊയ്ന ടാങ്കാക്കി ഉണ്ട്. അത് നമ്മൾ കുറച്ച് മൊയ്നേനെ എടുക്കും. അതിൻ്റെ അത് മൊയ്നയുണ്ട്, നമ്മളിങ്ങനെ തുറന്ന് വിടും ഗൈസ്. തുറന്നിടുമ്പോൾ അവർ ഓടി ചാടി കടന്നിട്ടൊക്കെയാണ് ഇതിനെ പിടിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഈ കാഴ്ചയാണ്. ഇപ്പം ഞാൻ ഈ ബൈറ്റൊന്നും കൊടുക്കുന്നില്ല ഗൈസ്. ഈ ബൈറ്റൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. അത് ഇച്ചിരി കൂടെ ആക്റ്റീവൊക്കെ ആവാൻ വേണ്ടിയിട്ട് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈറ്റില്ല, നമ്മുടെ ഈ ഹാൻഡ് ഫുഡ്, നമ്മുടെ എന്തായിരുന്നു മൊയ്നയൊക്കെയാണ് നല്ലത്. ഇപ്പം നമ്മൾ കൊച്ചുങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരാൻ ഭയങ്കര പാടാണ്. ബട്ട് ഇത് പ്രസവിക്കുന്നുണ്ട്, ഒരുപാട് പ്രസവിക്കുന്നുണ്ട്. ബട്ട് എല്ലാത്തിനെയും സ്വയമായിട്ട് തന്നെ തിന്നുവാണ്. അതുകൊണ്ടൊക്കെയാണ് ഗൈസ്, ഭയങ്കര ആക്റ്റീവാണ് ആൾക്കാർ. കയ്യിലൊക്കെ പിടിച്ച ചാടും കടന്ന്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഗൈസ്. ഇത് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അമ്മമാർക്കൊരു മൈൻഡും ഇല്ല ഗൈസ്. ഇതൊക്കെ ഇതിനെപ്പറ്റി വല്ല ഓർമ്മ ഉണ്ടോ എന്തോ. ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മമാർ വരുമായിരിക്കും. ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫുഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആർക്കൊക്കെ കൊടുക്കും ഈ ഫുഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുക്കുന്ന ഫുഡ് ലവിനൊക്കെ ഉണ്ടാണ്. എന്തായിരുന്നു, ഫൈറ്ററിൻ്റെ ഫുഡാണ്. അതൊക്കെ ഇവന്മാരൊന്ന് കൊത്തി പറിക്കുന്നു. ഇതിൽ ഇവന്മാർ ഏറ്റവും വലിയ ഒരെണ്ണമുണ്ട്. അവൻ അടിയിൽ ഇവിടെ ഒരു വാഴ കിടപ്പുണ്ട്. ഇതിൻ്റെ അടിയിലാണ് അവൻ ഫുള്ള് താമസം. മുകളിലോട്ട് വരുത്ത പോലും ഇല്ല. കാരണം എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. അവൻ അടി മാത്രം ഇങ്ങനെ സഞ്ചാരിച്ച് കിടക്കുന്നുണ്ട്. ദിവസം വന്നു തിന്നു പോയി. അവൻ ഭയങ്കര ഫാസ്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺമീനാണ് അവൾ. വരും, നല്ല ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് വന്നിട്ട് പോയി വന്ന് പോയി നിൽക്കുകയാണ്. ആൾ വരും പോവും അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. ഞാനിപ്പോൾ ആൽഗയൊക്കെ പിടിച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ആൽഗയൊക്കെ പിടിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഈ മീൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം അങ്ങാണ്ടുള്ള കൂട്ടത്തിൽ. പിന്നെ എനിക്ക് കൂട്ടുകാരൻ മഹേശ്വറുണ്ട്. എന്നാൽ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുമായിരിക്കും. ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂട്ടി 4 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മീൻ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ 1 കിൻഡൽ മീൻ പ്രസവിച്ചു. ഫുള്ള് മീനുണ്ടായിരുന്നു, നിറച്ച് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ തിന്നുവാണ്. അപ്പം മാറ്റിയിട്ടാലും തിന്നും. അപ്പോൾ അതിനുള്ളൊരു ആശ്രയം തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായി കിടക്കുകയാണെങ്കിൽ പഴയത് ഈ ഇടയ്ക്കിട്ട് ഏതെങ്കിലും കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കുമല്ലോ, അതിലേക്ക് നിങ്ങൾ എങ്ങനെ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാമെന്ന് വെച്ചാൽ ഇതിനെ പറ. ഇപ്പം നമ്മൾ മാറുമ്പോൾ രാത്രി നമ്മുടെ കണ്ടോ ഗൈസ്, നമ്മൾ മിണ്ടുമ്പോഴാകും എല്ലാ
വരാത്തപ്പോഴാണ്. കണ്ടോ ഗൈസ്, ഇവരെപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.